ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ തിരുവചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം തിരുവചനം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട റോമർ 8-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ മനുഷ്യരാശിക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്തമാണ് നാം വായിച്ചു കേട്ടത്. ആ വാഗ്ദത്തം ദൈവപുത്രനായ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധി നീങ്ങിപ്പോയി എന്നുള്ളതാണ്. എന്താണ് ശിക്ഷാവിധി? എങ്ങനെയാണ് ആ ശിക്ഷാവിധി നീങ്ങിപ്പോയതെന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ശിക്ഷാവിധി എന്നാൽ ന്യായവിധി എന്നാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെയ്ത നന്മ തിന്മകൾക്കുള്ള പ്രതിഫല വിതരണമെന്ന് പറയാം. ഇതിനെ ന്യായവിധി എന്ന് പറയുന്നുവെങ്കിലും ഈ ന്യായവിധിയിൽ സ്വർഗവും നരകവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിൻ്റെ വിജയത്തിന്, അഥവാ ഈ ഭൂമിയിൽ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചാക്കിയിരിക്കുമ്പോൾ ആ ദൈവത്തെ ഭയപ്പെട്ട്, ആ ദൈവത്തെ സ്നേഹിച്ച്, ആ ദൈവത്തിൽ വിശ്വസിച്ച്, ആ ദൈവത്തെ അനുസരിച്ച് അവിടുത്തെ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് സ്വർഗവും, ദൈവത്തെ ത്യജിച്ച്, ദൈവവചനങ്ങളെ ത്യജിച്ച് ദൈവഭയമില്ലാതെ പാപത്തിൽ ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയായി നരകവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നാം വായിച്ചു കേട്ട വചനത്തിൽ പറയുന്നത് ആ ക്രിസ്തു യേശുവിങ്കൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നാണ്. ഈ ശിക്ഷാവിധി മനുഷ്യന് നീങ്ങിപ്പോയത് ദൈവപുത്രനിലുള്ള വിശ്വാസം മൂലമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് എന്ന്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകലജാതി ജനങ്ങളും ഈ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, അഥവാ വിടുതൽ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് ദൈവപുത്രനായ ക്രിസ്തു യേശുവിങ്കൽ ഉള്ളവരായിത്തീരണം. എങ്കിൽ മാത്രമേ ആ ശിക്ഷാവിധിയിൽ നിന്ന് മോചനമുള്ളൂ. ഇത് സംബന്ധിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസ് പറയുന്നത്, മറ്റാരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ആണ് ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനത്തിൻ്റെ അടിസ്ഥാനമായ ആധാരം നാം കാണുന്നു. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം മാനവരക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് അയച്ച അവിടുത്തെ പുത്രനായ ക്രിസ്തു യേശു, ആ ദൈവപുത്രനിലുള്ള വിശ്വാസം, ആ ദൈവപുത്രൻ നമുക്ക് വേണ്ടി ചെയ്ത ആ രക്ഷാകര പദ്ധതി, അഥവാ കാൽവരി ബലി, അതിലൂടെയാണ് മാനവരാശിക്ക് രക്ഷ ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ക്രിസ്തു യേശുവിലായിത്തീരുവാൻ, രക്ഷ പ്രാപിക്കുവാൻ, ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച്
ദൈവസന്നിധിയിൽ നിത്യം വസിക്കുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ആമേൻ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ കൈക്കൊള്ളണേ, കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു.